കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിയന്തര സഹായം തേടിയാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ലൊക്കേഷൻ പോലും കണ്ടെത്താൻ കഴിയില്ല. ടൂ വേ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നതാണ് പ്രശ്നം. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് പോംവഴി. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, കടലിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി ബോട്ടുകളിലേക്കുള്ള ആശയവിനിമയം നടത്തുക എന്നതടക്കം ഉപാധികൾ പലതു പറയുന്നുണ്ട് കടലിനെ അറിയുന്നവർ. പക്ഷെ അതിന് വലിയ സാങ്കേതിക പിന്തുണ വേണ്ടതുണ്ട്. അവിടേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട് ശാശ്വത പരിഹാരത്തിനുള്ള ശ്രമം ഉണ്ടാകും, മഴ മാറിയാൽ ഉടനെ ഉണ്ടാകും എന്നുള്ളതൊക്കെ. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ്? അതിന് സർക്കാരിന് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയങ്ങളുണ്ടോ? മധു, ബഹിരാകാശത്തേക്ക് ആള് പോകുന്ന, അവിടെ താമസിക്കുന്ന ഒരു രാജ്യമാണിത്. ആ രാജ്യത്താണ് കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോലും ഇപ്പോഴും കേരളത്തിൽ കഴിയുന്നില്ല എന്ന പ്രശ്നം. ഇപ്പോൾ ജോണിൻ്റെ കാര്യമാണെങ്കിൽ 1 മണിക്ക് ജോണുമായിട്ടുള്ള ബോട്ട് കടലിലേക്ക് പോയി. 2 മണിയായ സമയത്താണ് കടലിൽ പോകരുത് എന്ന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് അവർക്ക് കടലിൽ പോയാൽ പ്രശ്നമാണ് എന്ന കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് ആകുന്നില്ല എന്നതാണ് പ്രശ്നം. ഇനി കടലിനകത്തുള്ള ഒരു ബോട്ട്, ഒരു വള്ളം, അതിലെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പ്രശ്നമാണ്, ഞങ്ങൾ അപകടത്തിൽ പെട്ടു എന്ന് ഒരു മെസ്സേജ് ഇപ്പുറത്തേക്ക് കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒരു ടൂ വേ കമ്മ്യൂണിക്കേഷൻ. അവർ ഇങ്ങോട്ടൊരു മെസ്സേജ് കൊടുക്കുന്നു, തിരിച്ച് ഇവരുടെ ഒരു റിയാക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നത് മറ്റൊരു പ്രശ്നമാണ്. ഇപ്പൊ ജോണിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരാണെങ്കിൽ 5 മണിക്കൂർ തകർന്ന ആ ബോട്ടിൽ അവിടെ പിടിച്ചു കിടന്ന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്നുമല്ല രക്ഷിച്ചത്. മറ്റു ബോട്ടുകൾ വന്നപ്പോൾ അതിൽ കയറി വരികയാണ്. ജോണിനൊപ്പം ആ ബോട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്ര വലിയ ബോട്ട് എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ പോലും ഇപ്പോഴും നമുക്കില്ല എന്നതാണ് പ്രശ്നം. അത് ബേസിക്കായ വിവരങ്ങളെങ്കിലും വേണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് വളരെ ന്യായമായ ഒരു ആവശ്യവുമാണ്. ടൂ വേ കമ്മ്യൂണിക്കേഷൻ അടക്കം പ്രാബല്യത്തിൽ വരുത്തേണ്ട ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് അപകട സാധ്യത കണ്ടാൽ കരയിലേക്ക് സന്ദേശം എത്തിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയുന്ന തരത്തിൽ ഈ സുരക്ഷാ സംവിധാനത്തെ നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്.